എല്ലാവർക്കും മുത്തശ്ശി കഥയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തവണ നമ്മൾ നാറാണത്ത് ഭ്രാന്തൻ്റെ കുറച്ച് കഥ കേട്ടു അല്ലേ? ചുടല ഭദ്രകാളിയോട് വരം മേടിച്ച് ഇടത്തെ കാലിലെ മന്ത് വലത്തെ കാലിലേക്കാക്കി അല്ലേ? ആ കഥ നമ്മൾ കേട്ടു. ഇനി ഒരു 2 ചെറിയ കഥയും കൂടി പറയാം. ഒരിക്കൽ ഈ നാറാണത്ത് ഭ്രാന്തൻ കുറച്ച് താണ ജാതിയിലുള്ള ഒരാളുടെ ചത്തം ഉണ്ണാൻ പോയി. അങ്ങനെ പോവുകയാണ് എന്നറിഞ്ഞപ്പോൾ വേറൊരാൾ ഭ്രാന്തൻ്റെ കൂടെ കൂടി, ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അവിടെ ചെന്നിട്ട് 2 പേരും മുക്കുമുട്ട കഴിച്ചു. നാറാണത്ത് ഭ്രാന്തനും കഴിച്ചു, കൂടെ ചെന്ന ആളും അതുപോലെ തന്നെ കഴിച്ചു. അത് കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പോന്നു കേട്ടോ. ഇങ്ങനെ നടക്കണമല്ലോ, വണ്ടിയുടെ ഇതൊന്നും ഇല്ലാത്ത കാലമല്ലേ. അപ്പം അങ്ങനെ നടക്കുമ്പോൾ ഈ സദ്യ ഇങ്ങനെ മൂക്കുമുട്ട കഴിച്ചതല്ലേ. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ നല്ല ദാഹം തോന്നി തുടങ്ങി 2 പേർക്കും. വെള്ളം ദാഹിച്ചിട്ട് വയ്യ. അപ്പോൾ കൂടെ ചെന്നയാൾ പറഞ്ഞു, എനിക്ക് വല്ലാത്ത നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞു, എനിക്ക് നല്ല ദാഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കൂടെ ചെന്നയാളും പറഞ്ഞു, എനിക്കും ഉണ്ട് നല്ല ദാഹം, എവിടുന്ന് അത്തിരി വെള്ളം കിട്ടുക എന്ന് ചോദിച്ചു. അപ്പോൾ നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞു, നോക്കാം, വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചും കൂടി അങ്ങനെ നടന്നു പോയി കഴിഞ്ഞപ്പോൾ ഒരു മൂശാരിയുടെ ചൂള കണ്ടു. മൂശാരി എന്ന് പറഞ്ഞാൽ ഈ ഓടിൻ്റെ പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ആൾ, അറിയാലോ. അപ്പോൾ കോട്ടുരുളി, കിണ്ടി, വിളക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലം. അവരുടെ ചൂളയുടെ അടുത്തൂടെ പോയി ചൂള കണ്ടു. അപ്പം നാറാണത്ത് ഭ്രാന്തൻ വേഗം അങ്ങോട്ട് കയറി ചെന്നിട്ട് ഈ വലിയ വാർപ്പിൽ ഉരുകി തിളച്ച് മറിയണ ഓടിങ്ങനെ ഉരുക്കിയിട്ടാണ് അത് അതിൻ്റെ ഷേപ്പിൽ ആക്കണത് അല്ലേ. അപ്പോൾ അത് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്, അതിങ്ങനെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. അത് കൈകൊണ്ട് മുക്കി കുടിച്ച് ദാഹം തീർത്തു. ഇത്രേ അത്ഭുതമല്ലേ. അത് തിളയ്ക്കണ ആ വാർപ്പിൻ്റെ ഉള്ളിൽ നിന്ന് കൈകൊണ്ട് മുക്കി മടുമടാന്ന് കുടിച്ചു ഇത്രേ, ദാഹം തീരുന്നത് വരെ. അപ്പോൾ കൂടെ ചെന്ന ആളോടും പറഞ്ഞു, കുടിച്ചോളൂ, ദാഹിക്കണ്ടെന്നല്ലേ പറഞ്ഞേ, കുടിച്ചോളൂ എന്ന് പറഞ്ഞു ഇത്രേ. അപ്പോൾ അയാൾ പറഞ്ഞു, അയ്യോ എനിക്ക് വയ്യ, ഇതെങ്ങനെയാണ് കുടിക്കുക, പൊള്ളി ചത്തുപോവില്ലേ എന്ന് ചോദിച്ചു. എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾക്ക് ഭ്രഷ്ടുണ്ട് എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ നീചജാതിക്കാരൻ്റെ ഊണല്ലേ കഴിച്ചത്, അപ്പോൾ ഭ്രഷ്ടായി. പണ്ടത്തെ കാലത്ത് അങ്ങനെയാണല്ലോ, താണ ജാതിക്കാരുടേത് മുന്തിയ ജാതിക്കാർ കഴിക്കില്ല, അങ്ങനെയാണ്. തൊടാനും കാണാനും കൂടിയും പാടില്ല. അന്ന് ജാതി വ്യവസ്ഥ വല്ലാതെ ഉണ്ടായിരുന്ന സമയമാണ്. അപ്പോൾ കാണാൻ പോലും പാടില്ല എന്നൊക്കെയാണല്ലോ. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഈ താണജാതിക്കാരൻ്റെ വീട്ടിൽ പോയി ഊണൊക്കെ കഴിച്ച് മുക്കുമുട്ട കഴിച്ചിട്ട് ഈ വെള്ളം കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭ്രഷ്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉണ്ണുന്നിടത്തൊക്കെ ഊണ് കഴിക്കാൻ കൂടെ വന്നാൽ ഞാൻ കുടിക്കുന്നതൊക്കെ കുടിക്കുകയും വേണം എന്ന് പറഞ്ഞു നാറാണത്ത് ഭ്രാന്തൻ. പോയി അയാളുടെ അടുത്തുനിന്ന് പോയി, അയാളെ ഇട്ടിട്ട് പോയി. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കഥ എന്താണെന്ന് വെച്ചാൽ, ഒരു 4 വരി ചൊല്ലാം. മുറ്റുമൊരുത്തൻ പ്രവർത്തിച്ചതിനെന്തു മൂലമെന്നുള്ള വിചാരവും കൂടാതെ മറ്റവൻ കൂടെ പ്രവർത്തിക്കിലിങ്ങനെ കുറ്റം ഭവിക്കുമെന്നോർത്തുകൊള്ളിടുവിൻ. അങ്ങനെ ഒരു സാരോപദേശമാണ് ഈ കഥയെന്ന് കിട്ടേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഒരാൾ എന്തെങ്കിലും ചെയ്യുന്നതിന് എന്താണ് കാരണം എന്ന് അറിയാതെ മറ്റുള്ളവർ അത് ചെയ്യുമ്പോഴാണ്, അത് ചെയ്താൽ അത് ശരിയാണോ ആ ചെയ്യുന്നത്, അത് നമ്മൾ അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം വേറൊരാൾ ചെയ്യുന്നത് പോലെ നമ്മളും ചെയ്യുക എന്നുള്ളത് പാടില്ല എന്നാണ് പറയുന്നത്. അയാൾ ചെയ്യുന്നത് എന്താണ് അതിന് കാരണം, അയാളിങ്ങനെ ചെയ്യാൻ എന്നൊക്കെ ആലോചിച്ച് അറിഞ്ഞിട്ട് വേണം നമ്മളത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം ഈ അനുകരിക്കാൻ. എന്ത് പ്രവൃത്തിയും ചിലർക്ക് അനുകരണമുണ്ട്. ഒരമ്പലത്തിൽ പോയാലൊക്കെ കാണാം,
വേറെ ആൾ ചെയ്യുന്നത് പോലെ മറ്റേ ആളും ചെയ്യണ കാണാം. ഇയാൾ ചെയ്യുന്നതിന് വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാവും. അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല ചിലപ്പോൾ. എന്നാലും ഒരാൾ കാണിക്കണ കണ്ട മറ്റേ ആളും കാണിക്കും. അതാണ് നമ്മുടെ പൊതുവായൊരു രീതി ജനങ്ങളുടെ. അത് പാടില്ല എന്നാണ് പറയണത്. പിന്നെ ഒരിക്കൽ ഈ നാരായണത്ത് ഭ്രാന്തൻ ഈ ചില സമയത്ത് ഈ വഴി കൂടിയും കട്ടുറുമ്പുകൾ ഇങ്ങനെ നിരയായിട്ട് ജാഥയായിട്ട് പോകാറുണ്ടല്ലോ, നമ്മൾ കാണാറില്ലേ. ഉറുമ്പുകൾ ഇങ്ങനെ വരി തെറ്റാതെ ഇങ്ങനെ നിരയായിട്ട് കുറേ ദൂരം അങ്ങനെ പോകും അല്ലേ. അപ്പോൾ ഈ നാരായണത്ത് ഭ്രാന്തൻ ഈ ഉറുമ്പുകൾ പോണത് എത്ര ഉറുമ്പുകൾ ഉണ്ട് എന്ന് എണ്ണി നോക്കൂത്രേ. അപ്പോൾ ഉറുമ്പുകളെ എണ്ണി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരിക്കൽ ഒരാളടുത്ത് ചെന്നിട്ട് എത്രയായി എന്ന് ചോദിച്ചു അത്രേ. ഉടനെ നാരായണത്ത് ഭ്രാന്തൻ പറഞ്ഞു 10,000 പോയി, ഇനി 10,000 ഉണ്ട് എന്ന് പറഞ്ഞു അത്രേ. അതോടെ പോണം എന്നാൽ സുഖമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മറുപടി കേട്ട് ഈ ചെന്ന് ചോദിച്ച ആൾക്ക് ഒരുപാട് കാലമായിട്ട് വയറ്റിലെന്തോ അസുഖമാണ്. 10,000 രൂപ മുടക്കി ഒരുപാട് ചികിത്സ ചെയ്തു, എന്നിട്ടും ഭേദമായിട്ടില്ല. ഇനിയും 10,000 കൂടെ കയ്യിലുണ്ട്, അതോടെ ചിലവായാൽ ഈ അസുഖം മാറും എന്നാണ് അയാൾക്കും പറഞ്ഞതെന്ന് അയാൾക്ക് മനസ്സിലായി. കുറച്ച് ബുദ്ധിയുള്ള ആളായിരുന്നു. അതുകൊണ്ട് ഈ ഭ്രാന്തൻ പറഞ്ഞതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് മനസ്സിലായി. വയറ്റിലൊരു വേദന വന്നു, എവിടെയൊക്കെ പോയി ചികിത്സിച്ചിട്ടും എല്ലാവർക്കും ഈ കാശ് ചിലവായി എന്നല്ലാണ്ട് എവിടെ ആരുടെ ചികിത്സ ചെയ്തിട്ടും വയറുവേദന മാറണില്ല. അപ്പോൾ ഈ നാരായണത്ത് ഭ്രാന്തൻ പറഞ്ഞതനുസരിച്ച് ഈ കയ്യിലുള്ള പൈസയും കൂടി സാധുക്കൾക്ക് ധർമ്മം ചെയ്തിട്ടും അതുപോലെ കുറച്ച് നല്ല ചികിത്സയും ഒക്കെ ചെയ്തിട്ട് ശേഷം ഉണ്ടായിരുന്ന ആ പൈസയും ചിലവാക്കി, സൽക്കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടി കുറച്ച് പൈസ ചിലവാക്കി എന്നാണ് പറയണത്. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഈ പൈസ ഉണ്ടല്ലോ, നമ്മൾ മാത്രം അനുഭവിക്കുക എന്ന് വരുമ്പോഴാണ് നമ്മൾക്ക് ഈ മാറാത്ത ഓരോ അസുഖങ്ങൾ വരുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണെങ്കിലും എത്ര അധ്വാനിച്ചാലും കഴിഞ്ഞുകൂടാൻ കിട്ടാത്ത ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾക്ക് അറിയാവുന്ന, അവർക്ക് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ അറിയാവുന്നവർക്ക് അറിഞ്ഞ് സഹായം ചെയ്യുവാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഈ ബുദ്ധിമുട്ടുകൾ വരാതെ ഇരിക്കും എന്നാണ് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരുപാട് പൈസ നമ്മൾ കൂട്ടി വെച്ചത് കൊണ്ട് കാര്യമില്ല. അത് അത്യാവശ്യം അന്നം കഴിക്കാൻ പോലും ഇല്ലാത്തവർക്ക് അത് ധർമ്മത്തിനനുസരിച്ച് അവരുടെ അത്യാവശ്യത്തിന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരാതിരിക്കും. അതൊരു നഷ്ടമല്ല എന്നാണ് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നാരായണത്ത് ഭ്രാന്തനെ പറ്റി ഇനി ഒരുപാട് കഥകളുണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞിരുന്നാൽ ഒരുപാട് പറയാനുണ്ട്. ഇനി നമുക്ക് അകവൂർ ചാത്തനെ പറ്റിയൊന്ന് കേൾക്കാമല്ലേ. അകവൂർ ചാത്തൻ എന്ന് പറയുമ്പോൾ ഈ ചാത്തൻ എന്നാണ്, അത് അകവൂർ മനയിലെ നമ്പൂതിരിപ്പാടിൻ്റെ ഭൃത്യനായിരുന്നു. അങ്ങനെയാണ് ആ മനക്കിലാണ് താമസിച്ചിരുന്നത് ചാത്തൻ. അന്ന് ഉണ്ടായിരുന്ന ആ അച്ഛൻ നമ്പൂതിരിപ്പാട് അനർഹമായ ഒരുപാട് സ്ത്രീകളിൽ മനസ്സ് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു സ്ത്രീയെ കണ്ടാൽ അപ്പോൾ ഒരു മോഹം, അങ്ങനെയുള്ള ഒരു മനസ്സായിരുന്നു ആ അച്ഛൻ നമ്പൂതിരിപ്പാടിന് എന്നാണ് പറയണത്. അങ്ങനെച്ച ഒരുപാട് സ്ത്രീകളിലെന്നല്ല, ഒരു സ്ത്രീയോട് ഒരിഷ്ടം തോന്നി, അങ്ങനെ ഒരു മോഹം തോന്നി. ശരിക്കും ഭാര്യ സ്വന്തം പത്നിയൊക്കെ ഉള്ളപ്പോൾ അങ്ങനെ തോന്നാൻ പാടില്ലാത്തതാണ്. പക്ഷേ മനുഷ്യനല്ലേ, അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ഒരു സ്ത്രീയെ കണ്ടപ്പോൾ അങ്ങനെ ഒരു മോഹം തോന്നിയിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ പാടില്ല എന്നാണ് പറയണത്. ആരും അറിഞ്ഞില്ലെങ്കിലും, പുറമേ ആരും അറിഞ്ഞില്ല, ഉള്ളിലുള്ള മോഹം പുറമേ ആരും അറിഞ്ഞില്ലെങ്കിലും അറിയണ ഒരാളുണ്ട്. അപ്പോൾ അത് പാടില്ല എന്നാണ് പറയണത്. അപ്പോൾ ഒരിക്കൽ ഗംഗാസ്നാനം ചെയ്യണം, ഇങ്ങനെ ഒരു മോഹം ഉണ്ടായത് മഹാപാപമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ അദ്ദേഹം ഗംഗാസ്നാനം നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ
ചാത്തൻ അറിഞ്ഞു അത്. ചാത്തൻ ഗംഗാസ്നാനത്തിന് പോവുകയാണ് തമ്പുരാൻ എന്നറിഞ്ഞപ്പോൾ ചാത്തനെയും കൊണ്ടുപോയി. ചാത്തനയോടും പോന്നോളാൻ പറഞ്ഞു. അപ്പോൾ ചാത്തനും പോയി. ചാത്തൻ എന്ത് ചെയ്തു, ഒരു ചൊരക്ക കയ്യിൽ പിടിച്ചു. ഇന്ന് കയ്പ്പൻ ചരക്കയാണ്, കഴിക്കണ ചരക്കയാണ്. അപ്പോൾ നമ്പൂതിരിപ്പാട് സ്നാനം കഴിച്ച പുണ്യതീർത്ഥങ്ങളിലെല്ലാം ചാത്തൻ ഈ ചൊരക്കയും മുക്കി. ചാത്തൻ എവിടെ മുങ്ങി കുളിച്ചതുമില്ല. എത്ര പുണ്യ സ്ഥലങ്ങൾ കണ്ടു, അവിടെ ഒന്നും ചാത്തൻ കുളിച്ചില്ല. ഈ ചൊരക്ക ഇങ്ങനെ മുക്കും. എല്ലാ സ്നാനഘട്ടത്തിലും ഈ ചൊരക്ക ഇങ്ങനെ മുക്കി നടക്കുകയാണ്. നമ്പൂതിരിപ്പാടിന് ഇതുപോലെ തിരിച്ച് എല്ലാം കഴിഞ്ഞ് ഇവർ തിരിച്ച് ഇല്ലത്തെത്തി. കാലഭൈരവ പ്രീതിയൊക്കെ കേമായിട്ട് കഴിച്ചു. അതുപോലെ ഈ പാപം മനസ്സിൽ വിചാരിച്ചാലും പാപമാണ് എന്ന് നമ്മൾ പണ്ടൊരു കഥ കേട്ടിട്ടില്ലേ, ഭാസ്കരാചാര്യരുടെ കഥ. അത് ഞാൻ പിന്നെ പറയാം. ഭാസ്കരാചാര്യർ മനസ്സിൽ വിചാരിച്ചേ ഉള്ളൂ ഗുരുവിനെ കൊല്ലണം എന്ന്. അത് പിന്നെ ആ മനസ്സിൽ വല്ലാത്ത വിഷമായി. അത് അങ്ങനെയാണല്ലോ മിത്തിയിൽ നീറി മരിക്കുന്നത്. ആ കഥ ഞാൻ പിന്നെ പറയാം. അപ്പോൾ അതുപോലെ മനസ്സിൽ വിചാരിച്ചാലും മഹാപാപമാണ് എന്നാണ് പറയണത്. അപ്പോൾ ആ പാപമോചനത്തിനുള്ള സകല കാര്യങ്ങളും ചെയ്ത് സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ് നമ്പൂതിരിപ്പാട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ ചൊരക്കുണ്ടല്ലോ, സ്നാനഘട്ടങ്ങളിലെല്ലാം മുക്കി കൊണ്ടുവന്ന ആ ചൊരക്കെടുത്ത് പിറ്റേ ദിവസം ചാത്തൻ കൂട്ടാൻ വെച്ചു. അപ്പോൾ ഊണ് കഴിക്കാൻ ചെന്നപ്പോൾ ചാത്തൻ നുറുക്കി കൊടുക്കണത് എന്താണെന്ന് വെച്ചാൽ അത് വയ്ക്കുക. അങ്ങനെയാണ് നമ്പൂതിരിപ്പാടിൻ്റെ പത്നിക്ക് ഒരു ചാത്തൻ എല്ലാം ഒരുക്കി കൊടുക്കും, നുറുക്കി കൊടുക്കും, എല്ലാം ചെയ്യും. അപ്പോൾ ഈ നുറുക്കി കൊടുത്ത കഷ്ണം എടുത്ത് കൂട്ടാൻ വെച്ചു. അപ്പോൾ ചാത്തൻ ഇത് നമ്പൂതിരിപ്പാട് ഊണ് കഴിക്കാൻ വന്നപ്പോൾ കൂട്ടാന് ഭയങ്കര കയ്പ്പ്. അപ്പം എന്തത് ഈ കൂട്ടാൻ ഇങ്ങനെ കഴിക്കണത് എന്ന് ചോദിച്ചു ഊണ് കഴിക്കുമ്പോൾ. എനിക്കറിയില്ല, അത് ചാത്തൻ നുറുക്കി തന്നതാണ് കഷ്ണം, അത് ഞാനുണ്ടാക്കി, അല്ലാതെ എനിക്കത് കഷ്ണത്തിൻ്റെ കയ്പ്പാവും എന്ന് അന്തർജനവും പറഞ്ഞു. അല്ലാതൊന്നും അല്ല എന്ന്. ഊണ് കഴിഞ്ഞ് പുറത്ത് വന്ന ഉടനെ ചാത്തനെ വിളിച്ച് നമ്പൂതിരിപ്പാട് ചോദിച്ചു, ചാത്ത നീ ഇന്ന് എന്താണ് ഈ കൂട്ടാൻ്റെ കഷ്ണം നുറുക്കി കൊടുത്തത്? എന്ത് കഷ്ണം അത്? കഴിച്ചിട്ട് വയ്യല്ലോ എന്ന് പറഞ്ഞു. അതെന്താ ഇങ്ങനെ കഴിക്കണത് എന്ന് ചോദിച്ചു. അപ്പം ചാത്തൻ പറഞ്ഞു, കൂട്ടാൻ്റെ കഷ്ണം കഴിക്കണമെങ്കിൽ തിരുമനസിൻ്റെ പാപവും തീർന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തിരുമേനി സ്നാനം കഴിച്ച പുണ്യതീർത്ഥങ്ങളിലെല്ലാം അടിയൻ ആ കൈപ്പഞ്ചൊരക്കയെ മുക്കിയതാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ മുക്കിക്കൊണ്ടുവന്ന ആ ചൊരക്കയാണ് ഞാനിന്ന് കൂട്ടാന് നുറുക്കി കൊടുത്തത്. അത് കഴിക്കണമെങ്കിൽ തിരുമേനിയുടെ പാപവും തീർന്നിട്ടില്ല എന്ന് ചാത്തൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ചാത്തൻ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് ചൊരക്ക മുക്കി കൊണ്ടുവന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ മനസ്സിലൊരു നാണക്കേട് തോന്നി. തൻ്റെ പാപം തീർന്നിട്ടില്ല എന്ന് നമ്പൂതിരിപ്പാടിന് മനസ്സിലായി. ഇനി പാപം തീരാൻ എന്താ വേണ്ടതെന്ന് നീ തന്നെ പറയ് ചാത്ത, എനിക്കറിയില്ല. ഞാൻ വിചാരിച്ച ആ ഒരു മഹാപാപത്തിന് ഇനി എന്താണ് ഒരു പരിഹാരം, അത് നീ തന്നെ പറഞ്ഞതാ എന്ന് പറഞ്ഞു. അപ്പോൾ തിരുമേനി ഏത് സാധനത്തെയാണ് ആഗ്രഹിച്ചത് എന്ന് വെച്ചാൽ അതിൻ്റെ പ്രതിമ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിച്ച് അത് തീയിലിട്ട് നല്ല പോലെ പഴുപ്പിച്ചെടുത്തിട്ട് നാട്ടി വെച്ചിട്ട് ഒരുപാട് നാട്ടിലെ ജനങ്ങൾ മുഴുവനും കൂടി നിൽക്കുമ്പോൾ ഇന്ന സംഗതിയുടെ പാപം തീരാനാണേ എന്നുറക്കെ വിളിച്ച് പറഞ്ഞിട്ട് ആ പ്രതിമയെ ആലിംഗനം ചെയ്യണം എന്നാണ് ചാത്തൻ നിർദ്ദേശിച്ച പരിഹാരം. അല്ലാതെ ഈ പാപം ഒരിക്കലും തീരില്ല എന്ന് പറഞ്ഞു. നമ്പൂതിരിപ്പാടിന് ഇത് കേട്ട് പാപം തീരണം, അത് ചെയ്തത് മനസ്സിൽ വിചാരിച്ചത് പോലും മഹാപാപമാണ്. നമ്പൂതിരിപ്പാടിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യാം, ഒരു വിഷമവും പറഞ്ഞില്ല, അത് ചെയ്യാം എന്ന് സമ്മതിച്ചു. അങ്ങനെ ഇരുമ്പ് കൊണ്ട് ഒരാളോളം വലിപ്പത്തിൽ ഒരു സ്ത്രീയുടെ പ്രതിമ ഉണ്ടാക്കി.
ഈ പ്രതിവിധി ചെയ്യണ ദിവസം ഇന്ന ദിവസം പ്രതിവിധി ചെയ്യാം എന്ന് തീരുമാനിച്ച് നാട്ടുകാരോട് മുഴുവനും ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. എല്ലാവരും വരണം. ഈ പഴുപ്പിച്ച പ്രതിമയെ തിരുമേനി, ഇതുപോലെ ആകവൂർ തിരുമേനി ആലിംഗനം ചെയ്യുന്നത് കാണാൻ എല്ലാവരും വരണം എന്നൊക്കെ എല്ലാവരും നാട്ടുകാരെ മുഴുവനും അറിയിച്ചു. പ്രതിമയൊക്കെ പഴുപ്പിച്ച് വലിയ നല്ല ഒരാൾ പൊക്കത്തിലും ഒരാളുടെ അത്രയും വേണമല്ലോ. അപ്പോൾ അതിന് നല്ല കനം ഉണ്ടാവും, ഇരുമ്പിൻ്റെ അല്ലേ. അപ്പോൾ പഴുപ്പിച്ച പ്രതിമയാകുമ്പോൾ നല്ല വലിയ കൊടിലും ഒക്കെ കൊണ്ടാണ് അതുകൊണ്ട് സഭയിൽ നാട്ടി വച്ചത്. നമ്പൂതിരിപ്പാടിന് തനിക്ക് പാപം സംഭവിക്കാനുള്ള കാരണവും അതിൻ്റെ പരിഹാരവും ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാനിങ്ങനെ ഒരു പാപം ചെയ്തു, അതിനുള്ള പരിഹാരമായിട്ടാണ് ഇപ്പോൾ ഈ തീക്കട്ട പോലെ ഇരിക്കണ ഈ ഇരുമ്പ് പഴുത്താൽ എങ്ങനെ ഇരിക്കുന്നത് നമുക്കറിയാം അല്ലേ. നമ്മളൊക്കെ അറിയാതെ ഈ പണ്ട് എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ അടുപ്പിലേക്ക് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ നമ്മളറിയാതെ അത് ആ തീയിൽ കിടന്നിട്ട് നോക്കുമ്പോൾ ചുവന്ന നിറത്തിൽ കിടക്കുന്നുണ്ടാവും. അങ്ങനെ ആ തീക്കട്ട പോലെ തിളങ്ങണ ആ ഒരു പ്രതിമയാണ് ആലിംഗനം ചെയ്യാൻ പോണതേ. അപ്പോൾ അതിനുള്ള പരിഹാരമാണ് ഈ ചെയ്യുന്നത് എന്നെല്ലാവരോടും വിളിച്ചു പറഞ്ഞിട്ട് ആ പ്രതിമയെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കാനായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ തൊട്ടില്ല എന്നായപ്പോൾ ചാത്തൻ പറഞ്ഞു, മതി, ഇത്രയും മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ അവിടുത്തെ പാപമൊക്കെ തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കൂടിയിരുന്ന സകല എല്ലാ ജനങ്ങളും അതിനെ സമ്മതിക്കുകയും ചെയ്തു. എന്നുവെച്ചാൽ അതിനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സ്ഥിതി? അങ്ങോട്ട് ഒട്ടും അല്ലേ, ആ പ്രതിമയിലേക്ക് അങ്ങോട്ട് ഒട്ടും, മേലൊക്കെ പൊള്ളി അദ്ദേഹം മരിച്ചു പോകും. അതുകൊണ്ട് ചാത്തൻ പറഞ്ഞു, ഇത്രയും ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായല്ലോ. അപ്പം സ്വയം തോന്നി ഞാൻ ചെയ്തത് ശരിയല്ല, തെറ്റാണ് എന്ന് സ്വയം ഒരു ബോധ്യം വന്നതുകൊണ്ടാണല്ലോ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവും ചെയ്യാം എന്ന് കരുതിയത്. അതുകൊണ്ട് ഇനി അവിടുത്തെ പാപമൊക്കെ മാറി, ഇനി ചെയ്യണ്ട, പശ്ചാത്താപവും മനഃശുദ്ധിയും ആണ് വേണ്ടത്. നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയ്യോ അത് വേണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അതാണ് മനസ്സാക്ഷി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വിചാരവും മനസ്സിൻ്റെ ശുദ്ധിയും ഒക്കെയാണ് വേണ്ടത്. അല്ലാതെ അങ്ങ് ഗംഗയുടെ അടുത്ത് പോയി ഗംഗയിൽ മുങ്ങുന്നതല്ല മഹാപാപം തീരാനുള്ള വഴി എന്ന് അതുകൂടാതെ ഗംഗാസ്നാനം, ഈ മനഃശുദ്ധി ഇല്ലാതെ ഗംഗാസ്നാനം ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല എന്നാണ് ഈ കഥയെന്ന് മനസ്സിലാവേണ്ടത്. ചാത്തൻ്റെ 1-2 ചെറിയ കഥകളും കൂടി ഉണ്ട്. അത് നമുക്ക് ഒരുപാട് നീളും എന്നുള്ളത് കൊണ്ട് നമുക്കത് അടുത്ത തവണ കേൾക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.